വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണല്ലോ? അൽഹംദുലില്ലാ, വി ആർ ഡൂയിങ് ഗുഡ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഈദിൻ്റെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? നമ്മളെപ്പോഴും അങ്ങനെയാണ്. എന്തായാലും നോമ്പ് തീരാനാവും ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ തന്നെ. ഇത്തവണ കുറച്ചുകൂടി ലേറ്റായിപ്പോയി. ഇറാഷ് എക്സൈറ്റഡ് ആണ്. അവൻ എങ്ങനെയാണ്, വീട്ടിൽ നിന്ന് എവിടേക്ക് പോവുകയാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം ഡ്രസ്സ് നോക്കിയത് ഉമ്മാക്കാണ്. ഉമ്മ ഷോപ്പിങ്ങിന് വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളാണ് നോക്കി മേടിക്കുന്നത്. അങ്ങനെ ഉമ്മാക്കൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. എനിക്ക് ജീൻസ് സ്കേർട്ടും ടോപ്പും മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഡെയിലി വെയർ കുർത്തി വാങ്ങാനുണ്ടായിരുന്നു. ജീൻസ് സ്കേർട്ടും ടോപ്പും ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അത് വിട്ടു, അത് വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ നല്ല കളക്ഷൻസ് ആയിരുന്നു. ടോപ്സൊക്കെ നല്ല വെറൈറ്റി ഓഫ് ടോപ്സും ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഡാർക്ക് പിങ്ക് കളർ കുർത്തി സെറ്റാണ് വാങ്ങിയത്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ വേറെ ടോപ്സും പാൻറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡയറക്റ്റ് വന്നത് വീട്ടിലേക്കാണ്. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്തുള്ളൊരു ടൗണിലേക്ക് പോയതാണ്. ഞാൻ വന്നതിന് ശേഷം എനിക്കൊരു വാച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ടൗണിലേക്ക് പോയതാണ്. ഞാൻ പോയിട്ട് നോർമലി വാച്ച് മേടിക്കുന്നത് ഭയങ്കര കുറവാണ്. എനിക്കെപ്പോഴും ഫാജി തന്നെയാണ് കൊണ്ടുവരാറ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നോക്കാൻ പോയതാണ്. ആളെന്നെയാണ് സെലക്റ്റൊക്കെ ചെയ്ത് തരുന്നത്. എനിക്ക് എന്ത് ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും ഫാജി കൂടെ തന്നെ വേണം. ആൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെടും. വീട്ടിലെത്തിയപ്പോൾ ഫാജിയുടെ വാപ്പുണ്ടല്ലോ, ഇറാഷിന് വേണ്ടിയിട്ട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൈസൊക്കെ ഓക്കെ ആണോ എന്ന് പറഞ്ഞിട്ട് ഇട്ട് നോക്കുകയാണ്. ഇട്ടപ്പോൾ ഓന് നല്ല ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് ചെയ്യുന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തതാ. വീട്ടിലെത്തുമ്പോൾ കുറച്ചുകൂടി ലേറ്റായിട്ടുണ്ടായിരുന്നു. ഉമ്മ ചിക്കൻ ബണ്ണിന് വേണ്ടിയിട്ട് എല്ലാ മസാലക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ചിക്കൻ ബണ്ണും റെഡിയാക്കി. ചിക്കനും ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. പെട്ടെന്ന് ചിക്കൻ ബണ്ണും റെഡിയാക്കി എടുത്തു. പിന്നെ നോർമലി എല്ലാവരുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ വാട്ടർ മെലനും റോസ് സിറപ്പൊക്കെ വെച്ചിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഡ്രിങ്ക് അല്ലേ? ചെറുതാക്കി കട്ട് ചെയ്ത വാട്ടർ മെലൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ആപ്പിൾ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ആപ്പിൾ വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് നമ്മളിവിടെ. ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിലേക്ക് റുഹഫ്സ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മൊഹബത്ത് കാ ഷർബത്തിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് 2 കസിൻസ് ഉണ്ട്. അവരുടെ വീട്ടിൽ നോർമലി നോമ്പിനുണ്ടല്ലോ ഈ ഡ്രിങ്ക് എന്തായാലും ഉണ്ടാവും. അവർ കൂടുതലും ആക്കുന്നത് ഈ ആപ്പിൾ വെച്ചിട്ടാണ്. അവരുടെ കൂടെ ചേർന്നിട്ട് കുടിച്ച് എനിക്കും ഇതിനോട് ഒരു പ്രത്യേകം ഇഷ്ടം തോന്നി തുടങ്ങി. ഇപ്പം ഞാനും ഉണ്ടാക്കാറുണ്ട്. കുറച്ച് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. പക്ഷേ ഈ റോസ് സിറപ്പിൽ നല്ല ഷുഗർ ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഷുഗറിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല. പിന്നെ ഇതിലേക്ക് തണുത്ത പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടില്ല.
ഇതിൻ്റെ സ്മെല്ല് പെയിൻറ്റ് പോലെയാന്നൊക്കെ ജിലുടെ ഉമ്മ പറയാറുണ്ട്. ഉമ്മക്ക് ഇതിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമല്ല. ഉമ്മക്ക് മാത്രമല്ല വേറെ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ തണുത്ത് കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറ്. അങ്ങനെ ഇഫ്താറിലേക്കുള്ള ഡ്രിങ്കും റെഡിയാക്കിയിട്ടുണ്ട്. ഭയങ്കര ചൂടല്ലേ, പുറത്ത് ജസ്റ്റ് പോയി വന്നാൽ മതി, ഭയങ്കര ടയർഡാണ്. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. ഉമ്മ നല്ല അടിപൊളി റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.